വാസന്തി ഇല്ലേ അമ്മേ? അകത്തെങ്ങാനും കാണും. ഇന്ന വാങ്ങു മോനെ. അമ്മ എവിടെ? വാസന്തി, വാസന്തി, ദേവി, നിന്റെ തലോടലിന് നല്ല സുഖമുണ്ട് വാസന്തി. അയ്യോ, ഐ എം സോറി, ഞാൻ ഓർത്തില്ല. നീ വല്ലാതെ മാറിയിരിക്കുന്നു വാസന്തി. നീ എന്താ ഓഫീസിൽ വരാത്തത്? നല്ല സുഖം തോന്നുന്നില്ല. എന്നാ പിന്നെ നീ എന്താ ലീവിലിട്ട് കൊടുക്കാത്തത്? മറന്നുപോയി. അത് മറക്കാനുള്ള കാര്യമാണ്. ദേവി, ഈയിടെ എല്ലാ കാര്യങ്ങളും ഞാൻ മറന്നു പോകുന്നു. ഒന്നും മനസ്സിൽ നിൽക്കുന്നില്ല. നീ വാ. നീ ഒരു ലീവ് ലെറ്റർ എഴുതാ, ഞാൻ കൊണ്ട് കൊടുക്കാം. ലീവ് ലെറ്റർ പോലും കൊടുക്കാതെ ഓഫീസിൽ വരാതിരുന്നാലേ എങ്ങനെയാ? സൂപ്രണ്ട് എന്നും വഴക്കാ. എല്ലാരും എന്നോടാ ചോദിക്കുന്നത് നിനക്ക് എന്ത് പറ്റിയെന്ന്. ഞാൻ ഒപ്പിട്ടേക്കാം, നീ എഴുതി കൊടുത്താ മതി. ഇന്ന് ഒരു 2 ദിവസത്തേക്ക് ലീവ് എഴുതിയാൽ പോരെ? ഞാനിനി അടുത്ത തിങ്കളാഴ്ച വരും. നിനക്കൊരു ഡോക്ടറെ കാണാമായിരുന്നില്ലേ? എന്തിന്? നിനക്കെന്തോ സാരമായ കുഴപ്പമുണ്ട്. നീ ഇന്ന് തന്നെ ഒരു ഡോക്ടറെ പോയി കാണണം. പുള്ളിക്കാരൻ എവിടെ പോയി? രാവിലെ എവിടെ നിന്ന് ഇറങ്ങിയതാ? നീ ഡ്രസ് ചെയ്യും, നമുക്ക് ഒരുമിച്ച് പോയി ഡോക്ടറെ കാണാം. വേണ്ട, ഡോക്ടറെ കാണത്തക്ക അസുഖമൊന്നും എനിക്കില്ല. ശരി വസന്തി, ഞാൻ പിന്നെ വരാം. ഓട്ടോ വെയിറ്റ് ചെയ്യുന്നു. നീ പോവാണോ? ആ, നീ എനിക്കൊരു ചായ പോലും തന്നില്ലല്ലോ. സാരമില്ല, ഇനി വരുമ്പോ തന്നാ മതി. ഞാൻ അതും മറന്നല്ലോ ദൈവമേ. ഏയ് സാരമില്ലെന്നേ. ഈയിടെയായിട്ട് കുറെ കൂടുതലാണല്ലോ ഗൗരി ചേച്ചി. ചാരാ ഷാപ്പിന് മുമ്പിൽ കിടക്കുകയായിരുന്നു. ആ, കുടിച്ച് ചാവട്ടെ, അല്ലാതെ എന്തോ ചെയ്യാനാ? ഞങ്ങള് പോകും. ഓ, അങ്ങോട്ട് വരാത്തോണ്ട് ഇങ്ങോട്ട് വന്നതായിരിക്കും ക്ഷണിക്കാൻ. ഞാൻ പോട്ടെ.